രാവിലെ 7 മണി ആയിട്ടുണ്ട്. ഇന്നെനിക്ക് ലേണേഴ്സിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കട്ടോ. അന്നൂർക്ക് എന്നെ വിളിക്കാൻ വരും. അപ്പോൾ അന്നൂർക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിർത്താം, മോട്ടർ കണ്ടിട്ടെ. പിന്നെ ബാൽക്കണിയാണ് ഗൈസ്. ഞാൻ മോട്ടർ നിർത്താൻ വേണ്ടി മേലിക്കൊന്ന എപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആദ്യം താഴെ ഉണ്ട്, ആദ്യനെ കാണാണ്ട് വേണം പോവാൻ. അപ്പം ഞാൻ പോട്ടെ. എല്ലാവരും എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് തരൂ. നിങ്ങൾ കാണുമ്പോൾ ലേണേഴ്സ് എക്സാമൊക്കെ എഴുതി ഞാൻ പാസ്സായി മാത്രമേ ഞാൻ വീഡിയോ ഇടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇടില്ല, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ അതല്ല, ഇത് ഞാൻ മാസങ്ങൾക്ക് മുന്നേ എടുത്ത കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും കൂടെ കേട്ടോ. ഇതാണ് നമ്മുടെ ലേണേഴ്സ് ഡേൻ്റെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇവരായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, മേക്കപ്പ് ഇടാത്ത എന്നെ ഇത്രയും സുന്ദരിയാക്കി തന്നു ഹുസ്നയെ. അപ്പോൾ എല്ലാവരും ഹുസ്നാനെ വിളിക്കുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, അപ്ഡേറ്റ്സുകൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ബ്രൈഡൽ മേക്കപ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വീണ്ടും ഹുസ്നനെ വിളിക്കാൻ തോന്നും. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ സെക്കൻഡ് ടൈമാണ് ഹുസ്നനെ വിളിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ കട വൈഫിന് ഒരുക്കാനായിരുന്നു, അത് മാരേജിന്. ഇപ്പോൾ എൻ്റെ മാരേജിനാണ്. താങ്ക് യു. അസ്സലാമു ഇതൊരു വെഡിങ് ലുക്കാണ് ഗൈസ്. അതായിരുന്നു. മേക്കപ്പ് ഒട്ടും യൂസ് ചെയ്യാത്ത ബ്രൈഡാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഒരുക്കിക്കണ ബ്രൈഡിന്. സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്കൊന്നും തീരെ ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ലൈറ്റായിട്ടൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. കണ്ണ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ. എൻ്റെ ലേണേഴ്സ് എക്സാമും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്രൈഡും ഉണ്ടായിരുന്നു. അന്ന് തന്നെ മെഹന്തി ലുക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് 2 ബ്രൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. ലേണേഴ്സ് എടുത്ത ദിവസം തന്നെ ഞാൻ അവിടെ പേപ്പർ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പേപ്പർ അത്യാവശ്യമാണല്ലോ നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെ അങ്ങോട്ട് കൊണ്ടാക്കാൻ ആരും ഉണ്ടായിരുന്നില്ലേനു. അപ്പോൾ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ലൈസൻസും വണ്ടി എടുക്കലൊക്കെ അത്യാവശ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ കുറേ ദിവസം കൂടി ലേണേഴ്സ് എക്സാമൊക്കെ പാസ്സായി ഡേറ്റൊക്കെ കിട്ടിയ ശേഷമാണ് വണ്ടി ഓട്ടാനും ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങിയതിട്ടാ. ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കി പോയത്. ഞാൻ എൻ്റെ ലൈസൻസ് എടുക്കാൻ പോണു ഗൈസ് നാളെ. നമ്മളെ രാത്രി വന്നൊക്കെയാണ്. അന്ന് ബ്ലറാവണേ. World largest stadium in the world. നിങ്ങൾ എന്റെ വ്ളോഗ് കാണലുണ്ടോ? ഞാനും പോയി നടക്കട്ടെ. നമ്മുടെ പാലക്കാട് ടൗണിൽ വുമൻസ് ഡേക്ക് ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഗൈസ്? ഞങ്ങളവിടെ പോയ ശേഷമാണ് അറിഞ്ഞത്. ഞങ്ങളത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഈ ഒരു കട പാസ് ചെയ്തപ്പോൾ നല്ല ഓംപ്ലേറ്റിൻ്റെയൊക്കെ സ്മെല്ല് വന്നോട്ടാ. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ നല്ല പൂതി. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓംപ്ലേറ്റൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും വേൾഡ് കപ്പല്ലേ അതെ, വേൾഡ് കപ്പിൻ്റെ ആ ഒരു നൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവർക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു കട്ടൻ കൂടെ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ കാട്ടാ. ഉറക്കമൊഴിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഞാൻ മലമ്പുഴയിലാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ ആണെന്ന് പറഞ്ഞിട്ട് മലമ്പുഴയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 മാസത്തിന് മുന്നേ
മലമ്പുഴയിൽ നിന്ന് കാടാങ്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഗൈസ്, ഞാൻ ലൈസൻസ് പാസ്സായി. ലൈസൻസ് അല്ലേ, 8 ഇടല പാസ്സായി. അതിനവർക്ക് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം എന്നോർക്കാൻ അവർ ചീത്ത പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഡിലീറ്റ് ആക്കിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ 8 ഇടൽ കഴിഞ്ഞു. ഞാൻ റോഡ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടാ. ഞാൻ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആക്സസ്. എന്നിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കാമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലൈസൻസ് കിട്ടിയിട്ട് പോലും എൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കളറായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇന്നത്തെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോരോ കെട്ടായിട്ടാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.